റോഡ് മാപ്പ് ടു സക്സസിന്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ലിസ്റ്റ് എഴുതി, ഡ്രീംസ് എഴുതി. സോ നമ്മൾ നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലിലേക്ക് കടക്കുകയാണ്. അതാണ് ഇൻവിറ്റേഷൻ. ഇൻവിറ്റേഷൻ ഒരു ഗേറ്റ് വേ ആയിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മനസ്സിലുള്ള ആശയം മറ്റൊരു വ്യക്തിയിലേക്ക് പകർന്നു നൽകാനും ആ വ്യക്തിക്ക് നമ്മളുടെ ഈ പ്രോജക്റ്റിലേക്ക് കടന്നു വരാനും വേണ്ടിയിട്ടുള്ള ഒരു ഗേറ്റ് വേ ആയിട്ടാണ് ഇൻവിറ്റേഷൻ അറിയപ്പെടുന്നത്. ഇൻവിറ്റേഷൻ രണ്ട് രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഒന്ന്, ശരിയായിട്ടുള്ള രീതിയിൽ. രണ്ട്, തെറ്റായിട്ടുള്ള രീതിയിൽ. ശരിയല്ലാത്ത രീതികളെല്ലാം തന്നെ തെറ്റായിട്ടുള്ള റിസൾട്ടുകളാണ് നമുക്ക് നൽകുന്നുണ്ടാവുക. സോ എങ്ങനെ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് നല്ലൊരു ഇൻവിറ്റേഷൻ കാഴ്ചവെക്കാം? നമ്മൾ എപ്പോഴും ഓർക്കുക, ഒരു മനുഷ്യൻ എപ്പോഴും മറ്റൊരു മനുഷ്യനാണ് ആദ്യം ഇഷ്ടപ്പെടുന്നത്. അതിനുശേഷം മാത്രമാണ് അവൻ നൽകുന്ന ആശയത്തെ അല്ലെങ്കിൽ അവൻ നൽകുന്ന സേവനത്തെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ നിങ്ങളെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു ഇൻവിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്സൈറ്റഡ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളെ പ്രസന്റ് ചെയ്യുക. രണ്ട്, ഞാൻ കുറെ ആൾക്കാരെ തപ്പുകയാണ് എന്നുള്ളതിന് പകരം ഞാൻ സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ് ഞാൻ എന്റെ പുതിയ പ്രോജക്റ്റിലേക്ക് നോക്കുന്നത് എന്നുള്ള മനോഭാവത്തോടു കൂടെ ഒരു വ്യക്തിയെ അപ്രോച്ച് ചെയ്യുക. കുറെ ആൾക്കാരെ പിടിക്കലല്ല നമ്മളുടെ പ്രോജക്റ്റ്, മറിച്ച് സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മളുടെ പ്രോജക്റ്റിലേക്ക് ക്വാളിഫൈ ചെയ്യിക്കലാണ് നമ്മുടെ പ്രോജക്റ്റ്. ആ ബോധ്യം നിങ്ങളുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണം. മൂന്ന്, ഇൻവിറ്റേഷൻ എപ്പോഴും വളരെ സിമ്പിൾ ആയിരിക്കണം, വളരെ ഷോർട്ട് ആയിരിക്കണം. ഒരു കാരണവശാലും 3 മിനിറ്റിൽ കൂടുതൽ നാം ഒരു ഇൻവിറ്റേഷന് എടുക്കാൻ പാടുള്ളതല്ല. കൂടുതൽ സമയം നാം എടുക്കുന്ന സമയത്ത് നാം എപ്പോഴും ഫ്രീ ആണ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് അവരിലേക്ക് പാസ് ചെയ്യപ്പെടുക. അവർ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോണിലൂടെ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു പക്ഷേ അവർക്കൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ട് തീരും. 4, നാം ഇൻവൈറ്റ് ചെയ്യേണ്ടത് എപ്പോഴും ഒരു പ്രോഗ്രാമിലേക്കാണ്. അത് ഓൺലൈനിലോ ഓഫ്ലൈനിലോ നടക്കുന്ന പ്രോഗ്രാം ആയിരിക്കാം. വെറുതെ വിളിച്ച് സമയം കൊല്ലുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറരുത്. നമുക്ക് ഇൻവിറ്റേഷൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വഴികളിലൂടെ എങ്ങനെ സിമ്പിൾ ആയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ബി ഫ്രണ്ട്ലി വിത്ത് പീപ്പിൾ. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കുക. വളരെയധികം ടെൻഷൻ അടിച്ച് സംസാരിക്കാതിരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ടെൻഷൻ അവർ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിൽ കാര്യമായിട്ടുള്ള വിശ്വാസം ഇല്ല എന്നുള്ള തരത്തിൽ ചിന്തിക്കാൻ കാരണമായിട്ട് തീരും. നമ്മൾ വിളിക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് അവരുടെ ഫാമിലിയെ കുറിച്ച് ചോദിക്കാം, അവരുടെ ജോബ് എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കാം, അവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. ഇത്തരത്തിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടും. നിങ്ങളെ അവർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പറയുന്നതും അവർ ഇഷ്ടപ്പെടും. നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള പല ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് സംസാരിക്കാം. അവർക്ക് അവരെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ നാം ചില ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുക. ഇത്തരത്തിൽ നാം ഡീൽ ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് കാണപ്പെടും. അതിലൂടെ നിങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പം വരുന്നു. അതിലൂടെ നിങ്ങളോടൊരു ഇഷ്ടം വരുന്നു. നിങ്ങൾ പറയുന്ന കാര്യത്തിനെയും ഇഷ്ടപ്പെടാൻ അത് കാരണമായിട്ട് തീരുന്നു. ഇത്തരത്തിലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അവരുടെ അടുത്ത് പറയാം, ഞാൻ പ്രധാനമായിട്ടും താങ്കളെ വിളിച്ചത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ ആവേശത്തോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ്, അത് താങ്കൾക്കും താങ്കളുടെ ജീവിതത്തിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾക്ക് കാരണമായിട്ട് തീരുമെന്ന് ഞാൻ കരുതുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നാം ഒരു ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ പറയുക, ഇത് താങ്കൾക്ക് എത്രമാത്രം സ്യൂട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് പ്രോമിസ് ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും മറ്റന്നാൾ വൈകിട്ട് എന്റെ വീട്ടിൽ വെച്ച് ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എന്റെ വീട്ടിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള 2-3 ആൾക്കാരെ ഞാൻ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഇങ്ങനെ പറയാം. അതല്ല എങ്കിൽ നാളെ വൈകിട്ട് 9 മണിക്ക് ഞങ്ങൾ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് ഓൺലൈനിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഓൺലൈൻ മീറ്റിംഗിലേക്ക് താങ്കളെ കണക്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ താങ്കൾ ആ പ്രോഗ്രാമിൽ കയറുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇത്തരത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളുടെ ഇൻവിറ്റേഷൻ ഒരു കാരണവശാലും റിജക്ട് ചെയ്യാൻ സാധിക്കില്ല. പല വ്യക്തികളും ഇൻവിറ്റേഷൻ ചെയ്യുന്നതിന് പകരം ഇന്റിമേഷൻ ആണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് റിസൾട്ട് വരാത്തത്. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക എന്നുള്ളതാണ്. ഇന്റിമേഷൻ എന്ന് പറഞ്ഞാൽ അറിയിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നാം ഓൺലൈനിലൊക്കെ നടക്കുന്ന മീറ്റിങ്ങുകളുടെ ലിങ്ക് വിട്ടുകൊടുത്തത് കൊണ്ട് ഒരു വ്യക്തിയും ആ ലിങ്കിൽ കയറി മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ഇന്ന് വരെ ക്രൗൺ ആയിട്ടില്ല. ഇൻവിറ്റേഷൻ
ഇൻവിറ്റേഷൻ എന്നുള്ളത് വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇൻവിറ്റേഷൻ ഇഷ്ടപ്പെട്ട് ചെയ്താൽ റിസൾട്ട് കൂടും. നിങ്ങൾ ഇൻവിറ്റേഷൻ കഷ്ടപ്പെട്ട് ചെയ്താൽ റിസൾട്ട് വരില്ല. എല്ലായ്പ്പോഴും ചിന്തിക്കുക, നിങ്ങളെ ഒരാള് ആത്മാർത്ഥമായിട്ട് ഒരു സ്ഥലത്തേക്കോ ഒരു കാര്യത്തിനോ ഇൻവൈറ്റ് ചെയ്താൽ ആ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ പോലും ആ വ്യക്തിക്ക് ഇഷ്ടക്കേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നാം പോവാറുണ്ട്. അത്തരത്തിൽ നിങ്ങൾ ഇൻവിറ്റേഷൻ വളരെ ആത്മാർത്ഥമായിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യുക. ഒരു ദിവസം നാം 5 തൊട്ട് 10 പേരെ ഇൻവൈറ്റ് ചെയ്യാൻ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ നാം നമ്മുടെ സ്വപ്നങ്ങളോട് ആത്മാർത്ഥത പുലർത്തുന്നില്ല എന്ന് വേണം ചിന്തിക്കാൻ. ഇത്തരത്തിൽ നാം എഴുതിയ 100 ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ശക്തമായുള്ള ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷവും നാം ഇൻവൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നടക്കുന്ന മീറ്റിങ്ങുകളിലേക്ക് അവരെ നാം റെഗുലർ ആയിട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇൻവിറ്റേഷൻ എന്നുള്ളത് ഒരു നെവർ എൻഡിങ് പ്രോസസ് ആണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ. ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഇൻവിറ്റേഷൻ പഠിപ്പിക്കാൻ സാധിക്കില്ല, പക്ഷെ പഠിക്കാൻ സാധിക്കും നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിലൂടെ. നിങ്ങൾ ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലയൻസിന്റെ അടുത്തുനിന്ന് സജഷൻസ് എടുക്കാവുന്നതാണ്, എങ്ങനെയാണ് ഈ വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം അപ്ലൈനെയും നിങ്ങളുടെ പ്രോസ്പെക്റ്റിനെയും ഒരുമിച്ച് കോൺഫറൻസ് കോളിലോ വീഡിയോ കോളിലോ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ വരുന്ന സമയത്ത് നിങ്ങളെ ബാക്കപ്പ് ചെയ്യാൻ നിങ്ങളുടെ അപ്ലൈൻ കൂടെ ഉണ്ടായിരിക്കും. സോ ലവ് ദ ആർട്ട് ഓഫ് ഇൻവിറ്റേഷൻ. താങ്ക് യു. വിഷ് യു വെൽത്ത്.